US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു വിവാദ സോഷ്യൽ മീഡിയ പോസ്റ്റ്. ഇന്ത്യയും ചൈനയും നരകക്കുഴികളാണ്. ഇരു രാജ്യങ്ങളിലുമുള്ളവർ US തീരത്ത് വന്ന് കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് പോവുകയാണെന്നുള്ള അധിക്ഷേപ പരാമർശമാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. ഇത്തരമൊരു പോസ്റ്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അത് പിൻവലിച്ചു. അമേരിക്കൻ രാഷ്ട്രീയ നിരീക്ഷകനും റേഡിയോ അവതാരകനുമായ മൈക്കിൾ സാവേജിന്റെ പോഡ്കാസ്റ്റും സംഭാഷണത്തിന്റെ പകർപ്പുമാണ് ട്രംപ് പങ്കുവച്ചത്. ഗർഭത്തിന്റെ 9ാം മാസം നമ്മുടെ തീരങ്ങളിൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിടാനായി അവർ വരും. എന്നിട്ട് ഇന്ത്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നരക കുഴികളിൽ നിന്നോ മുഴുവൻ കുടുംബത്തെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും. കുടിയേറ്റത്തെ അനുകൂലിക്കുന്ന അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ US-നെ കുപ്പത്തൊട്ടിയാക്കുകയാണ്. ഇങ്ങനെ പോയാൽ US ഇന്ത്യയുടെയും ചൈനയുടെയും കോളനിയായി മാറും. ഇവിടെയുള്ള തൊഴിൽ സാധ്യതകളും അവർ അട്ടിമറിക്കുകയാണ്. അധിക്ഷേപ പരാമർശം ട്രംപ് പങ്കുവച്ച് മണിക്കൂറുകൾക്കുള്ളിൽ വലിയ നീക്കങ്ങളാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായത്. സംഭവം ഇന്ത്യൻ മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി. ഇന്ത്യ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒരാൾ നയിക്കുന്ന മഹത്തായ രാജ്യമെന്നാണ് ട്രംപ് പറഞ്ഞതെന്ന് ഇന്ത്യയിലെ US എംബസി തുടർന്ന് പറഞ്ഞു. മൈക്കിൾ സാവേജ് ആരാണ്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നത്? രാഷ്ട്രീയ നിരൂപകനും റേഡിയോ അവതാരകനുമാണ് സാവേജ്. സാവേജ് നേഷൻ എന്ന പേരിൽ അയാൾ ഒരു പോഡ്കാസ്റ്റ് നടത്തുന്നു. രാഷ്ട്രീയം, കുടിയേറ്റം, സാമൂഹികം തുടങ്ങിയ വിഷയങ്ങളിൽ രൂക്ഷമായ പ്രതികരണങ്ങളാണ് പലപ്പോഴും സാവേജിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത്. എപ്പോഴും ആക്രമണാത്മകമായ ശബ്ദത്തിൽ മൈക്കിൾ സാവേജ് സംസാരിക്കും. അടുത്തിടെ ഒരു പോഡ്കാസ്റ്റിലാണ് സാവേജ് US-ലെ ജന്മാവകാശ പൗരത്വത്തെക്കുറിച്ച് സംസാരിച്ചത്. കുടിയേറ്റക്കാരെ അയാൾ ലാപ്ടോപ്പുകളുള്ള ഗുണ്ടാ സംഘങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എല്ലാ മാഫിയ കുടുംബങ്ങളും ഒരുമിച്ച് ചേർത്തതിനേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ അവർ ഈ രാജ്യത്തിന് വരുത്തിവെച്ചിട്ടുണ്ട്. US-ൽ ജനിക്കുന്ന ആർക്കും യാന്ത്രികമായി പൗരത്വം ലഭിക്കുന്ന സംവിധാനത്തെ സാവേജ് പലപ്പോഴും ചോദ്യം ചെയ്യാറുണ്ട്. ഈ നിയമം ദുരുപയോഗം ചെയ്യപ്പെടുകയാണ് എന്നാണ് സാവേജ് പറയുന്നത്. അദ്ദേഹം ഇതിനെ ജനന ടൂറിസം എന്ന് വിളിച്ച് അധിക്ഷേപിക്കാറുണ്ട്. പഴയ ഇത്തരം നിയമങ്ങൾ പുതിയ കാലവുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന ചോദ്യമാണ് സാവേജ് ഉയർത്തുന്നത്. വിമാനയാത്രകൾക്ക് മുൻപാണ് അമേരിക്കൻ ഭരണഘടന എഴുതിയത്. ഗർഭത്തിന്റെ 9ാം മാസത്തിൽ ആളുകൾ വിമാനത്തിൽ ഇവിടെ വരുമ്പോൾ ഈ വാദങ്ങളിൽ ചിലത് എത്രത്തോളം പ്രസക്തം? കോടതികളല്ല, പൊതുജന വോട്ടെടുപ്പിലൂടെയാണ് ഈ വിഷയം തീരുമാനിക്കേണ്ടത് എന്ന് സാവേജ് പറയുന്നു. ഡൊണാൾഡ് ട്രംപ് ഈ പോസ്റ്റ് പങ്കുവച്ചതിന് തൊട്ടുപിന്നാലെ ഇന്ത്യ വളരെ ജാഗ്രതയോടെ ഈ വിഷയം വീക്ഷിച്ചു. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു, ഞങ്ങൾ ചില റിപ്പോർട്ടുകൾ കണ്ടു, അവ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു. വിവാദം വളർന്നപ്പോൾ പ്രതികരണം കൂടുതൽ രൂക്ഷമായി. മറുവശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലെ പോസ്റ്റുകൾക്ക് താഴെ രൂക്ഷമായ വിമർശനങ്ങളുമായി ഇന്ത്യക്കാർ നിറഞ്ഞു. ട്രംപിൻ്റെതായി വന്ന ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ വരെ ബാധിക്കുമെന്ന് ന്യൂഡൽഹിയിലെ US എംബസി തിരിച്ചറിഞ്ഞു. ഇറാൻ സംഘർഷത്തെക്കുറിച്ച് ഇരു നേതാക്കളും തമ്മിൽ അടുത്തിടെ നടത്തിയ ഒരു ഫോൺ സംഭാഷണം. അന്ന് പ്രധാനമന്ത്രി മോദിയെ പ്രകീർത്തിച്ച് മികച്ച സുഹൃത്ത് എന്നായിരുന്നു ട്രംപ് പറഞ്ഞത്. എനിക്ക് അദ്ദേഹവുമായി വളരെ അടുത്ത സൗഹൃദമുണ്ട്. അദ്ദേഹം ഇന്ത്യയിൽ നിന്നുള്ള എൻ്റെ സുഹൃത്ത്. അദ്ദേഹം വളരെ നന്നായി പ്രവർത്തിക്കുന്നു. ഞങ്ങൾ നല്ല സംഭാഷണമാണ് നടത്തിയതെന്ന് മാധ്യമപ്രവർത്തകരോടെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് നടത്തിയ റീപോസ്റ്റ് അദ്ദേഹത്തിന് വലിയ തലവേദനയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറാൻ ഈ വിഷയത്തിൽ ഇടപെട്ടു. ശക്തമായ പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് അമേരിക്കയ്ക്കെതിരെ വരുന്നത്. സാധാരണ ഫിൽട്ടർ ചെയ്യാത്ത മാലിന്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതിൽ വിദഗ്ധനാണ് ട്രംപ്. 14 ഭേദഗതി പ്രകാരം ജന്മാവകാശ പൗരത്വം വെട്ടിക്കുറയ്ക്കാനുള്ള ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവിന്റെ നിയമസാധുത US സുപ്രീം കോടതി പരിശോധിക്കുന്നതിനിടയിലാണ് ഈ റീപോസ്റ്റ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. ഇടക്കാല തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ. അതുകൊണ്ട് തന്നെ ട്രംപ് മനോഹരമായി മറ്റൊരു കാർഡ് ഇറക്കി കളിക്കുകയാണോ? അമേരിക്കൻ നയതന്ത്രജ്ഞർ പുതിയ ആരോപണത്തെ ലഘൂകരിക്കാൻ മാധ്യമങ്ങളെ സമീപിച്ചു. ഈ വിവാദം ആറിത്തടുപ്പിക്കാൻ US എംബസി കിണഞ്ഞു ശ്രമിക്കുകയാണ്. US ഇന്ത്യ ബന്ധം നിലവിൽ എക്കാലത്തെയും താഴ്ന്ന നിലയിലാണ് എന്ന് മുൻ ഉദ്യോഗസ്ഥർ പറയുന്നു. ട്രംപ് ഭരണകൂടം ഇന്ത്യയുടെ മുഖത്ത് തുപ്പിയെന്നാണ് ഒബാമയുടെ മുൻ വൈറ്റ് ഹൗസ് ചീഫ് ഓഫ് സ്റ്റാഫ് റഹം ഇമ്മാനുവൽ പ്രതികരിച്ചത്. US പ്രസിഡന്റ് തന്റെ ആദ്യ ഭരണകാലത്ത് തീവ്രവാദികളുടെ പർദീസിയായി വിശേഷിപ്പിച്ച പാകിസ്ഥാനെ സ്വീകരിച്ചതിൽ നിരവധി പ്രാദേശിക വിദഗ്ധർ ഇപ്പോഴും അമ്പരന്ന് നിൽക്കുന്നു. നോർഡിക് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കുടിയേറ്റത്തിൽ മുൻഗണന നൽകുമെന്ന് നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നു. ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് ബറാക് ഒബാമയെ ലക്ഷ്യം വെച്ചുള്ള ബർദർ ഗൂഢാലോചന എന്ന തിയറിയിലൂടെ. ആദ്യത്തെ കറുത്ത US പ്രസിഡന്റ് US-ൽ ജനിച്ചിട്ടില്ല എന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്.
തന്റെ പ്രചരണങ്ങളിലുടനീളം ട്രംപ് മുസ്ലിം കുടിയേറ്റം പൂർണ്ണമായും നിർത്തലാക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു. മെക്സിക്കൻ കുടിയേറ്റക്കാരെ ട്രംപ് ബലാത്സംഗികൾ എന്ന് വിശേഷിപ്പിച്ചു. അധിനിവേശത്തെക്കുറിച്ച് ട്രംപ് പലപ്പോഴും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി. ട്രംപിന്റെ പരാമർശത്തിനെതിരെ ശക്തമായ പ്രതികരണവുമായി മുംബൈയിലെ ഇറാൻ എംബസി രംഗത്തെത്തി. ആദ്യം ഇന്ത്യയെ മനസ്സിലാക്കൂ, എന്നിട്ട് സംസാരിക്കെന്നാണ് കോൺസുലേറ്റ് ട്രംപിനോട് ആവശ്യപ്പെട്ടത്. ട്രംപിന് അടിയന്തരമായി ഒരു സാംസ്കാരിക ശുദ്ധീകരണം ആവശ്യമാണെന്നും അതിനായി ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക ഭൂമിശാസ്ത്ര പൈതൃകം അറിയണമെന്നും ഇറാൻ അംബാസഡർ പറഞ്ഞു. മഹാരാഷ്ട്രയുടെ സാംസ്കാരിക വൈവിധ്യം കാണിക്കുന്ന വീഡിയോയും എംബസി പങ്കുവച്ചു. ട്രംപിന്റെ ഇത്തരം അനാവശ്യ സംസാരങ്ങൾ കുറയ്ക്കാൻ സാംസ്കാരിക ബോധവൽക്കരണം സഹായിക്കുമെന്നാണ് എംബസി പരിഹസിച്ചത്. ഇറാനെതിരെയുള്ള ഈ യുദ്ധഘട്ടത്തിൽ ഇന്ത്യക്കെതിരെ ഇപ്പോഴത്തെ പരാമർശം അനുചിതമായി എന്നാണ് അമേരിക്കയിൽ പലരുടെയും അഭിപ്രായം. കുടിയേറ്റത്തെ പലപ്പോഴും തള്ളിപ്പറഞ്ഞിരുന്ന ട്രംപ് ഏറ്റവും രൂക്ഷ ഭാഷയിൽ ഇത്തരം പ്രതികരണങ്ങൾ നടത്തുന്നതിൽ കടുത്ത അമർഷം ഇന്ത്യക്ക്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.